അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. ഞങ്ങളുടെ ടൂറിലെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പഴയത് ഒരുപാട് ലെങ്തി ആയതുകൊണ്ടാണ് രണ്ടാമത് ചുരുക്കി രണ്ടാമതാക്കിയത്. അപ്പോൾ ഒരു പാട്ട് കേട്ടാൽ നമുക്ക് പാട്ട് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ടൂറിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഒരു സെൽഫി കേട്ടോ. അപ്പോൾ നമ്മളെ ബസ്സിലുള്ളവരൊക്കെ ഭയങ്കര അടിപൊളി, കുട്ടികളൊക്കെ അടിപൊളി ഡാൻസൊക്കെയാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടിപൊളി കുട്ടികളുടെ ഡാൻസൊക്കെ ഒന്ന് കണ്ട് നമുക്ക് തിരിച്ചു വരാം. നല്ല അടിപൊളി കാഴ്ചകളുണ്ട് കേട്ടോ. ഒരുപാട് കാഴ്ചകൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഈ ടൂറിൽ ഒരുപാട് കാഴ്ചകളുണ്ടാവും. രാവിലെ വീട്ടിൽ നിന്ന് 4 മണിക്ക് ഇറങ്ങി. പിന്നെ അതിനുശേഷം ഞങ്ങൾ നാസ്ത കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ സമയം ഒരു 10 മണിയോട് അടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരുപാട് നല്ല പ്രകൃതി ഭംഗി, എന്താ പറയുക, രമണീയമായ കാഴ്ചകളൊക്കെയാണ് നമ്മളെ റോഡരികിലെ കാഴ്ചകൾ. വലിയ കെട്ടിടങ്ങൾ, വലിയ അങ്ങനെ മനോഹരമായ അപ്പോൾ ഇതിൽ ലാസ്റ്റ് അവസാനം വെച്ചിൽ ഒരുപാട് കാണാൻ ഞങ്ങൾ മെട്രോയിൽ കയറുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. മറൈൻ ഡ്രൈവിൽ കൂടിയുള്ള യാത്ര ഉണ്ട്. എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡേ ലൈഫാണ് കേട്ടോ ഞങ്ങളിത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണ്. അപ്പോൾ എല്ലാം ഒരു ദിവസത്തെ ഞങ്ങൾ കണ്ട കാഴ്ചകളൊക്കെ പാടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ഉള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ.
അങ്ങനെ ഞങ്ങൾ വാഹനം ടോൾ പാസ ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങി. ടോൾ പാസിൻ്റെ കഴിഞ്ഞ് കണ്ടുള്ള പുറത്ത് പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അവിടെ റോഡ് സൈഡിൽ കണ്ടത് ഒരു വലിയൊരു സാധനം കയറ്റി ഇരിക്കുന്ന ഒരു വാഹനത്തെ കണ്ടത് ഭയങ്കര കൗതുകം തോന്നി. അങ്ങനെ ഞങ്ങൾ അരികിൽ ചില ആൾക്കാരുകളൊക്കെ ഈ വെള്ളം കുടിക്കണം, ജ്യൂസ് കുടിക്കണം, അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി കുട്ടികളൊക്കെ ജ്യൂസ് കുടിച്ച് പിന്നെയും വണ്ടിയിലോട്ട് കയറി. പകൽ നൃത്തമാടി വഴി പോലെ രാഗപാടി കുഴി പോലെ രാജൻ അതിവിച്ചാരം സൗജത്ത് ഇളങ്ങും ദീനത്തുണ്ടാജാതി ഒട്ടകങ്ങൾ വരി വരി വരിയായി കരക്കമരങ്ങൾ നിര നിര നിരയായി ഒത്തിടവേ തുയരത്തിൽ മലയുള്ള ഒരു ഭൂമി വിലസിടുന്നു. കൊടുത്തോ മരത്തിന്റെ കനികളും ജലതുന്ന കിളികളും ചുടുകാറ്റിനൊലികളും ഇടയ്ക്കിടയ്ക്ക് കച്ചവട സംഘങ്ങൾ പോകുന്ന പാതകളും പശുമയിൽ കരിമച്ചിയെഴുതിയ പിന്നെ കരിവണ്ണി നിറമുള്ള കനകൊണ്ടൽ മിനുക്കി കരമീൻ കീഴയുന്ന മൈസണിൽ കണ്ടും പശുമയിൽ കരിമച്ചിയെഴുതിയ പിന്നെ കരിവണ്ണി നിറമുള്ള കനകൊണ്ടൽ മിനുക്കി കഥവ് തുറക്കുന്നേ മടിയ വാതി തുറക്കുന്നേ ഞങ്ങൾ എറണാകുളം ജില്ലയിൽ എത്തി. അപ്പോൾ എറണാകുളത്തെ ബ്രിഡ്ജാണ് നമ്മൾ കണ്ട. ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടി ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ട് അതിൻ്റെ കമാനാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എറണാകുളം ടൗണിലോട്ട് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് രസകരമായ കാഴ്ചകളുണ്ടോ. ഞങ്ങളിതിന് ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്, ബോട്ടിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ മറൈൻ ഡ്രൈവ് കൂടി അവിടെ മറ്റേ സുഭാഷ് പാർക്ക് കാണാൻ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ ശേഷം ഞങ്ങൾ മെട്രോ കയറി. അതിന് ശേഷം ഞങ്ങൾ ലുലു മാളിൽ കയറി. ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ മുഴുവനും ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് അത് വേറെ വീഡിയോ ആക്കിയിട്ടാണ് ഉള്ളത്. അത് വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്, നിങ്ങളെല്ലാവരും കാണണം. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ്റെ അടിയിലെത്തിയിട്ട് ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അടിയിലെത്തി. എല്ലാവരും ബസ്സിൽ നിന്ന് ഇങ്ങനെ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇങ്ങനെ ഇറങ്ങണം. അങ്ങനെ മോള് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഭയങ്കര ഹാപ്പിയിലൊക്കെയാണ് കേട്ടോ. അങ്ങനെ ക്യാപ്റ്റൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുട്ടികളൊക്കെ അരികിൽ നിൽക്കാൻ. അങ്ങനെ മാസ്കൊക്കെ എല്ലാവരും വെച്ച് റെഡിയാകാൻ പറയുകയാണ് കേട്ടോ. അവിടെ അങ്ങനെ എല്ലാവരും ബസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണം ഓരോരുത്തർ ബസ്സിന്. അപ്പോൾ ഞങ്ങൾ അടിപൊളി ബസ്സാട്ടോ അത്. ഏകദേശം ഞങ്ങൾ ഈ പറഞ്ഞില്ലേ 54
വലിയവരും ഒരു ആറ് പിന്നെ ചെറിയ കുട്ടികളൊക്കെ പാടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയൊരു ട്രിപ്പ് തന്നെ കേട്ടോ. ഞങ്ങളത് ഒരുപാട് ആൾക്കാരും പാരൻസൊക്കെ ഉണ്ട്, പിന്നെ ഫ്രണ്ട്സുകളുണ്ട് എല്ലാം ഈ കൂട്ടത്തിൽ. അങ്ങനെ മെട്രോ സ്റ്റേഷൻ്റെ അകത്തോട്ട് എല്ലാവരും കയറിക്കൊണ്ടിരിക്കട്ടോ. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ കയറി ഞങ്ങൾ ഈ ഒരു യാത്രയൊക്കെ നടത്തി. അതിനുശേഷം ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ യാത്ര കണ്ട് പുറത്തിറങ്ങി വീണ്ടും തിരിച്ച് ഞങ്ങൾ ബസ് കയറിക്കാണ് ഞങ്ങൾ മെട്രോൻ്റെ അടിയിൽ ഇത് കലൂർ സ്റ്റേഷൻ്റെ ചോട്ടിലാട്ടോ ഞങ്ങൾ ഈ നിൽക്കുന്നത്. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ബസ് കയറുന്നത്. അങ്ങനെ ബസ് കയറി വീണ്ടും ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മറൈൻ ഡ്രൈവ് കേട്ടോ പോകുന്നത്. അപ്പോൾ മറൈൻ ഡ്രൈവിൽ പാർക്ക് ചെയ്യണത് ഇങ്ങനെ പാർക്കിംഗ് യാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണുകയാണ്. അങ്ങനെ ബസ്സിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കണം. അപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ എങ്ങനെയെന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ ബോട്ട് സവാരി നടത്തണം തോന്നിയത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ബോട്ട് ബുക്ക് ചെയ്ത് ബോട്ട് കയറി. ബോട്ടിൻ്റെ വീഡിയോ ഒക്കെ നല്ല അടിപൊളി ഡാൻസൊക്കെ ഉള്ള വീഡിയോ ഉണ്ട് കേട്ടോ. അതൊക്കെ അത് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ബോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ നല്ല ഭംഗിയാർന്ന ബോട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ബോട്ട് കയറി. അങ്ങനെ ഒപ്പമുള്ളവരൊക്കെയാണ് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ ഭക്ഷണം കഴിച്ചിട്ട് 1 മണിക്കൂറും 10 മിനിറ്റിൻ്റെ മറൈൻ ഡ്രൈവിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾ കാണുന്നത്. 1 മണിക്കൂറും 10 മിനിറ്റിൻ്റെ ട്രിപ്പാണ് ഞങ്ങൾ ഈ ബോട്ടിന് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ബോട്ടിൻ്റെ ഒക്കെ അടിപൊളി വീഡിയോ ഒക്കെ ഉണ്ട്. ഭയങ്കര ഡാൻസൊക്കെ ഉള്ള ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും കാണണം. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ ഭക്ഷണ ചെമ്പൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത്ര ഇടുങ്ങിയ സ്ഥലത്ത് കൂടി വലിയൊരു ചെമ്പൊക്കെ പൊക്കിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം വലിയൊരു ബോട്ട് തന്നെയാണ് ഉള്ളത്. 2 നിലയുള്ള ഒരു ബോട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആ ബോട്ടിൻ്റെ അകത്തോട്ട് കയറി ഞങ്ങൾ വെള്ളം ബക്കറ്റ് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഈ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് അപ്പോൾ എല്ലാവരും ടൂറിലെ ഒപ്പമുള്ള ഫ്രണ്ട്സൊക്കെ ഭക്ഷണം വിളമ്പിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം എൻ്റെ ചോറൊക്കെയാണ് വിളമ്പിയിട്ട് അതിൻ്റെ ശേഷം ഞങ്ങൾ ബിരിയാണിയാണ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. അങ്ങനെ ഭക്ഷണം അതാണ്ടോ ഭക്ഷണം എല്ലാം റെഡി ആയിക്കൊണ്ട് നിങ്ങൾ ഭക്ഷണം കാണുന്നുണ്ട്. ചോറ് വണ്ടിയിൽ നിങ്ങൾ പിന്നെ അപ്പച്ചും മറ്റുള്ള കാര്യങ്ങളും ചെമ്പ് തന്നെയാണ്. അങ്ങനെ ഓരോരുത്തർക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലിപ്പാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളവരൊക്കെയാണ് ഈ സപ്ലൈ ചെയ്യുന്നത്, പോയി വളർത്തി തരുന്നത്. അങ്ങനെ അതെല്ലാവരും അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിച്ച് നല്ല ചൂടുണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ സമയം ഒരു 2 മണി അല്ല ഒരു 1 മണി 1:15 ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ മറൈൻ ഡ്രൈവ് കയറിയിട്ടു. മറൈൻ ഡ്രൈവിലെ ഒക്കെ ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറൈൻ ഡ്രൈവിലെ കാഴ്ചയൊക്കെ നല്ല അടിപൊളി, നല്ല അതിൻ്റെ ഫുട്പാത്ത് ടൈലൊക്കെ നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ പോയെന്ന് ഈ ഫുട്പാത്ത് ടൈലൊക്കെ ആകെ ഇളകി മറിഞ്ഞിരുന്നു. അപ്പോൾ അതിലെ ഫുട്പാത്ത് ടൈലല്ല ഗ്രാനൈറ്റ് കരിങ്കല്ലുമാരുള്ള കണ്ടോ മറൈൻ ഡ്രൈവിൻ്റെ അടിപൊളി ആയുള്ള ഒരു വ്യൂ പോയിൻ്റാണത്. കണ്ടില്ലേ എന്തോ നല്ല ഭംഗിയായിരുന്നുണ്ടോ, എന്തോ ഒരു ഭംഗിയാണ് അത് കാണാൻ തന്നെ. അങ്ങനെ അതൊക്കെ കയറി ഞങ്ങൾ അതിൻ്റെ മേലെ കയറി ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ സുഭാഷ് പാർക്ക് അന്വേഷിച്ചാണ് കേട്ടോ ഞങ്ങൾ ഈ യാത്ര. സുഭാഷ് പാർക്കിലെ വീഡിയോ ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. അത് ചെറിയൊരു വിഷമമുണ്ട്, കാരണം അന്ന് വേറെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ സുഭാഷ് പാർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലോങ് നടന്ന് പോകണല്ലോ ഞങ്ങൾ. അങ്ങനെ സുഭാഷ് പാർക്കിൻ്റെ അടുത്ത് എത്താൻ ഏകദേശം ഈ കുറച്ച് ദൂരം കൂടി ഉള്ളൂ. അങ്ങനെ വഴിയിലൊരു പാർക്കും കണ്ട് അവസാനം ഞങ്ങൾ ബസ് പിന്നെയും കയറി. അവസാനം ഞങ്ങൾ ലുലു മാളിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ഒരു ഫോട്ടോയാണ് ലുലു ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ എന്ന ബോർഡ് കണ്ട് ലുലുവിൻ്റെ ഉള്ളിൽ അടിപൊളി കാഴ്ചകൾ അതൊക്കെ വേറെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ രാത്രി തിരിച്ചു പോന്നു. അങ്ങനെ മാരിയറ്റ് ഹോട്ടലിനെ കണ്ടു. അവസാനം ഞങ്ങളെല്ലാവരും ബസ് കയറി. ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞ ഒരു വീഡിയോ അടിപൊളിയായിട്ടുള്ള. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.